റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നന്ദയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ മുനിസിപ്പൽ കൗൺസിലർ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ എൻ്റെ മകനെ ഓർത്ത് വിഷമിക്കുന്നതിനേക്കാളും അതുപോലെ നീയും നിൻ്റെ മകളെ ഓർത്ത് വിഷമിക്കേണ്ട സാഹചര്യം നിനക്ക് വന്നു ചേരും എന്നാണ് അവർ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നന്ദ ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇത് കേൾക്കുന്നത് നന്ദ ആകെ വിഷമത്തിലിരിക്കുന്ന ഒരിതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നീവരം തറവാടാണ്. അവിടെയാണെങ്കിൽ നന്ദു ഇല്ലാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. മഹേശ്വരനും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുകയാണ്. നന്ദൂട്ട ഇല്ലാത്തതുകൊണ്ട് വളരെയധികം ഒരു വിഷമമാണ് എന്ന്. അവനുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു, അവനില്ലാത്തതുകൊണ്ട് വീട് ഉറങ്ങിയതുപോലെയാണ് ഇരിക്കുന്നതെന്ന് ലക്ഷ്മിയോട് പറയുകയാണ്. അവനുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു, എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടേ വരും എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് ലക്ഷ്മി പറയുകയാണ്, ആ ശരിയാ പറഞ്ഞത്, അവനുള്ളപ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മൾ മറക്കും, എന്ത് തന്നെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ ചിന്തിക്കില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. അപ്പോൾ അന്നേരം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നന്ദു പോയതിന് ശേഷം പിങ്കിയെ താഴേക്ക് കാണാനേ ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, നമുക്ക് ഇത്ര വിഷമമാണെങ്കിൽ പിങ്കിക്ക് എത്രയധികം വിഷമമായിരിക്കുമെന്ന് പറയാണ്. എന്നിട്ട് ലക്ഷ്മി പറയുകയാണ്, മക്കൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം എത്രയെന്ന് അവരുടെ അമ്മയ്ക്കല്ലേ അറിയുകയുള്ളൂ എന്ന് മഹേശ്വരനോട് ലക്ഷ്മി പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മോഹിൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന്. എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, നമ്മൾ ഇതുവരെയ്ക്കും സംസാരിച്ചുകൊണ്ടിരുന്നത് നന്ദൂട്ടനെ പറ്റിയാണ്, അത് നിനക്ക് ഇതുവരെയ്ക്കും മനസ്സിലായില്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ്. അപ്പോൾ മോഹിനി പറയാണ്, പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നിങ്ങളുടെ ഈ വിഷമം കണ്ടാൽ കുഴപ്പമില്ല, എനിക്ക് അങ്ങ് ദഹിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, പിങ്കിക്ക് അവളുടെ മോനെ കാണാത്തതിൻ്റെ വിഷമം, നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടിയെ കാണാത്തതിൻ്റെ വിഷമം ഇതാണല്ലോ, പക്ഷേ അവൻ സത്യത്തിൽ ആരാ, അനാഥ കുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് ഇത്രയും അഭിനയം കാഴ്ചവെക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മഹേശ്വരൻ അങ്ങോട്ട് ദേഷ്യം വരെയാണ്. അപ്പോൾ നിനക്ക് ഇങ്ങനത്തെ വർത്തമാനം പറയാൻ എങ്ങനെ തോന്നി എന്നാണ് ചോദിക്കുന്നത്. ഇനി മേലിൽ ഇവിടെ ഈ വർത്തമാനം പാടില്ല എന്ന് മഹേശ്വരൻ പറയുകയാണ്. അപ്പോൾ അന്നേരം മോഹിനി പറയാണ്, ഞാൻ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഞാൻ വേറൊന്നുമല്ലല്ലോ ചോദിച്ചത്, എന്തിനാ വേറൊരു കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും നിങ്ങൾ വിഷമിക്കുന്നത് എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എന്നാണ് മോഹിനി മറുപടി കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഈ വിഷമിക്കുന്നതിന് വല്ല ആവശ്യമുണ്ടോ എന്നാണ് മോഹിനി ചോദിച്ചത്. അപ്പോൾ മഹേശ്വരൻ ഇത് കേട്ടപ്പോൾ നല്ല ദേഷ്യം വരികയാണ് ഉണ്ടായത്. അപ്പോൾ മഹേശ്വരൻ പറയാണ്, ഇനി നീ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് വാങ്ങിക്കും എന്ന് പറയുകയാണ്. ആ സമയം മോഹിനി പറയുകയാണ്, ഞാൻ ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ, അതിനിപ്പോൾ എൻ്റെ അടുത്ത് ആരും ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എന്ന് മോഹിനി പറയാണ്. വേറൊരു കൊച്ചിന് വേണ്ടി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, നമ്മുടെ ഗൗതമിന് ഇനിയും കുട്ടികളുണ്ടാകും, അതുപോലെ തന്നെ പിങ്കിക്കും അങ്ങനെ തന്നെയാണ്, അവൾക്കും കുഴപ്പമില്ല, ഇനിയൊരു കുഞ്ഞുണ്ടാകും, എന്നിട്ടെന്തിനാ വേറൊരു കുഞ്ഞിനെ നിങ്ങൾ സ്നേഹിക്കുന്നത്, അത്രയേ ഉള്ളൂ എന്നാണ് മോഹിനി അവിടെ പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് സ്വന്തം കുട്ടിയായിട്ട് സ്നേഹിച്ചൂടെ, അവരിലുണ്ടാകുന്ന ഒരു കുട്ടിയെ, അത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞിട്ട് മോഹിനി നിർത്തുകയാണ് അവിടെ. അപ്പോൾ അന്നേരം വീണ്ടും മോഹിനി പറയുകയാണ്, എന്നാ ഭാര്യ ഭർത്താക്കന്മാർ പോലെ അഭിനയിച്ച് നടക്കുന്നത് പിങ്കിയും ഗൗതമും, അവർ മനസ്സ് വെച്ചാൽ ഇതിനോടകം തന്നെ ഇവിടെ ഒരു പേരക്കുട്ടി ഓടി നടക്കുന്നത് കാണാമല്ലോ എന്ന്. അപ്പോൾ മഹേശ്വരൻ പറയുകയാണ്, നിനക്കും ഉണ്ടല്ലോ ഒരു മരുമകളും മകനും, അവർക്കും എന്താ കുട്ടികളൊന്നും ഉണ്ടാകത്തില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ മോഹിനി പറയുകയാണ്, അവർക്ക് ദൈവം കൊടുക്കാഞ്ഞിട്ടല്ലേ എന്ന് മറുപടി കൊടുക്കുകയാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് മോഹിനി അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പോൾ മഹേശ്വരൻ പറയുന്നത്, അവൾ പറഞ്ഞതൊരു കുശുമ്പാണെങ്കിലും അതിലൊരു സത്യാവസ്ഥ ഉണ്ടെന്ന് ലക്ഷ്മിയോട് പറയുകയാണ്. സത്യത്തിൽ ഗൗതമിനും ഒരു കുഞ്ഞുണ്ടാവില്ലേ, അപ്പോൾ അവർ മനസ്സ് വെച്ച് ഇവിടെ ഒരു ഉണ്ടായിക്കൂടുന്നുണ്ടോ എന്ന് ലക്ഷ്മിയോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നീവരത്തിനൊരു കുട്ടി അവകാശിയായിട്ട് വരില്ലേ എന്ന് പറയുകയാണ്. പക്ഷേ അവരതിന് ശ്രമിക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്.
പിന്നെ പറയാണ് എന്തായാലും നന്ദ പോയി, ഇനി ഗൗതവും പിങ്കിയും അവരുടെ ജീവിതമല്ലേ നോക്കേണ്ടത്. അവർ സന്തോഷത്തോടെ ജീവിച്ച് അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നതല്ലേ നല്ലതെന്ന് പറയുകയാണ്. അങ്ങനെ ആക്കണം ലക്ഷ്മി നമുക്ക് എന്ന് പറയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഞാനും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ദൈവം അവരെ ഒന്നിപ്പിക്കുകയാണെങ്കിൽ ഒന്നിപ്പിക്കട്ടെ, അതിനു വേണ്ടിയാണ് ഞാനും പ്രാർത്ഥിക്കുന്നതെന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നന്ദയും ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെയുമാണ്. ഇത്രയും ഷോർട്ട് ടൈമിൽ തന്നെ നന്ദയോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ നന്ദയോടം ആ സ്പോർട്സ് മീറ്റിങ്ങിൽ എത്തിയതിൽ അഭിനന്ദിക്കുകയാണ് നന്ദയെ. അതുപോലെ പ്രിൻസിപ്പൽ പറയാണ്, നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് നന്ദയുടെ പ്രസൻസ് ഇവിടെ ഉള്ളതിലെന്ന് പറഞ്ഞ് നന്ദയെ കുറേ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിൻസിപ്പൾ. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാ രോഗികളെയും ഹോസ്പിറ്റലിലും ചുറ്റിപ്പറ്റിയല്ലേ നടക്കുന്നത്. അതുകൊണ്ട് പ്രിൻസിപ്പൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ വരാതിരിക്കാൻ കഴിയത്തില്ലല്ലോ എന്ന് പറയണം നന്ദ. അതുപോലെ തന്നെ ഇതുപോലെ സ്പോർട്സ് മീറ്റിൽ കുട്ടികളുടെ കൂടെ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ നന്ദയ്ക്ക് വളരെയധികം സന്തോഷമാണെന്നും അതിനുവേണ്ടി പ്രിൻസിപ്പലിൻ്റെ അടുത്താണ് നന്ദി പറയേണ്ടതെന്ന് നന്ദ പറയുകയാണ്. അന്നേരം നന്ദയോടൊപ്പം ഗൗരിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഗൗരിയോട് പ്രിൻസിപ്പൽ ചോദിക്കുകയാണ്, നന്ദയുടെ മോൾക്കിപ്പോൾ സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ്. ഇനി 2-3 ദിവസത്തേക്ക് അമ്മ കൂടെ തന്നെ ഉണ്ടായിരിക്കുമല്ലോ, നിനക്ക് സന്തോഷമായോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗൗരി പറയുകയാണ്, ഓ എനിക്ക് ഒത്തിരി സന്തോഷം, എനിക്ക് എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കാൻ കഴിയുമല്ലോ എന്ന്. അതിനുശേഷം പ്രിൻസിപ്പൽ പറയുകയാണ്, അങ്ങനെയോ, അങ്ങനെയാണെങ്കിൽ പറയൂ, മോൾക്ക് അമ്മയാണോ അച്ഛനെ ആണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുകയാണ് പ്രിൻസിപ്പൾ. അന്നേരം ഗൗരിയുടെ മുഖം നല്ല വിഷമത്തിൻ്റെ ഒരു ആകും. അപ്പോഴത്തേക്ക് നന്ദയുടെ മുഖത്തോട്ട് ഗൗരി നോക്കും. അപ്പോൾ നന്ദയ്ക്ക് ഒന്നും പറയാൻ കഴിയാത്ത ആയിരുന്നു ആ സിറ്റുവേഷൻ. അപ്പോൾ നന്ദ പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണലായിട്ട് പറയുകയാണ്, മോൾക്ക് ഇത് കളിക്കാൻ പോകണമെങ്കിൽ കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മോളെ പറഞ്ഞയക്കുന്നതാണ്. അപ്പോൾ മോള് പോയതിന് ശേഷം പ്രിൻസിപ്പൾ പറയാണ്, ഗൗരി നല്ലൊരു കുട്ടിയാണ്, എല്ലാ കാര്യത്തിലും അവൾ വാശിയോടെ പ്രസൻറ്റ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് നന്ദയോട് പറയുകയാണ്. എന്നിട്ട് പറയാണ്, അവൾക്കൊരു പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി നന്ദ പ്രത്യേകം ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദ പറയാണ്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ട്രെയിനിങ് ഒന്നും കൊടുക്കത്തില്ല, അവളെ അവളുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കുകയാണ് ചെയ്തിരിക്കുകയെന്ന് പ്രിൻസിപ്പലിനോട് നന്ദ പറയുകയാണ്. അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് പ്രിൻസിപ്പലിനോട് പറയുന്നത് നന്ദ. അന്നേരം പ്രിൻസിപ്പൽ പറയുകയാണ്, അവളൊരു മിടുക്കി കുട്ടി തന്നെയാണ് നന്ദ എന്ന് നന്ദയോട് പറയുകയാണ്. അതുമാത്രമല്ല, ക്ലാസ്സിലെ എന്ത് കാര്യം വന്നാലും അവൾക്ക് തന്നെയാണ് ഫസ്റ്റ് എന്ന് നന്ദയോട് പറയുകയാണ്. എന്നിട്ട് പ്രിൻസിപ്പൾ പറയാണ്, എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ്, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരേ ഒരു കാര്യമാണ്, എല്ലാ മക്കൾക്ക് ഒന്നിൽ അവരുടെ അച്ഛൻ്റെ ജോലി അല്ലെങ്കിൽ അമ്മയുടെ ജോലി എൻജിനീയർ ആകണം അല്ലെങ്കിൽ ഡോക്ടറാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഗൗരിയോട് ചോദിച്ചപ്പോൾ ഗൗരി പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, എനിക്കൊരു പോലീസ് ഓഫീസർ ആകണം എന്നാണ് പറഞ്ഞത്. അതെന്താ നന്ദ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പോലീസ് ഓഫീസറാണോ എന്ന് നന്ദയോട് പ്രിൻസിപ്പൾ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ അവളുടെ അച്ഛൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. അപ്പോൾ നന്ദയോടം പറയണേ, എൻ്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു, അതുകൊണ്ടാണ് അവൾക്കും ആ ആഗ്രഹം ഉണ്ടായതെന്ന് പറയുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ പറയുകയാണ്, ചുമ്മാതല്ല അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് എന്ന് നന്ദയോട് പറയുകയാണ്. പ്രിൻസിപ്പലിനോട് സംസാരിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് അവളുടെ ഗൗതമിനെ കുറിച്ചൊന്ന് ഓർത്തു പോവുകയാണ് ആ സന്ദർഭത്തിൽ. അപ്പോഴത്തേക്ക് ഒരു ടീച്ചർ അവിടേക്ക് എത്തുകയാണ്. ആ ടീച്ചറായിരിക്കും ഇനി നന്ദയെ സ്കൂളിലെ എല്ലാ കാര്യത്തിനും അസിസ്റ്റൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്ദയോടൊപ്പം ഇനി കുറച്ച് ദിവസം ഈ ടീച്ചറും കൂടെ കാണും എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ടീച്ചർ പറയുകയാണ്, ക്യാമ്പിനുള്ള എല്ലാ കാര്യങ്ങളും അപ്പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് നന്ദയോട് പറയുകയാണ്. അപ്പോൾ നന്ദയും പറയുകയാണ് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഒന്നിച്ച് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ നന്ദൂട്ടൻ്റെ സ്കൂളിലെ കുട്ടികളെല്ലാം വന്നു തുടങ്ങി. സ്പോർട്സ് മീറ്റിന് വേണ്ട എല്ലാ കുട്ടികളും വന്നു തുടങ്ങിയിരിക്കുന്നു.
അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നന്ദു വിചാരിക്കണം ലാസ്റ്റ് ഇറങ്ങാം, എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഇറങ്ങാമെന്ന് പറഞ്ഞ്. നന്ദുവിന് കാല് സുഖമില്ലല്ലോ, അതുകൊണ്ട് ലാസ്റ്റ് ഇറങ്ങാമെന്ന് പറഞ്ഞ് നന്ദു ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ സ്കൂളിലെ 2 കുരുത്തക്കേടുള്ള രണ്ട് പിള്ളേരുണ്ട് വണ്ടിയിൽ. അവർ നന്ദുട്ടനെ ഉപദ്രവിക്കാൻ വേണ്ടി വരെയാണ്. അപ്പോൾ സ്കൂളിൽ വെച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ നന്ദുവിൻ്റെ അച്ഛൻ IPS ഓഫീസർ ആയതുകൊണ്ട് കുട്ടികൾക്കൊരു പേടി. അതുകൊണ്ട് സ്കൂളിൽ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇവിടേക്ക് വാശി തീർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നന്ദുവിൻ്റെ അടുത്ത് ഈ 2 പിള്ളേർ വഴക്കിടാൻ പോകുമ്പോൾ നന്ദു പറയുകയാണ്, നിങ്ങൾക്ക് 2 കാലുള്ളതിൻ്റെ അഹങ്കാരമാണെന്ന് ആ കുട്ടികളോട് പറയുകയാണ് നന്ദു. നിങ്ങളുടെ അഹങ്കാരം എന്നോടല്ല കാണിക്കേണ്ടത്, അത് റേസിംഗ് ഗ്രൗണ്ടിലാണ് കാണിക്കേണ്ടതെന്ന് ആ കുട്ടികളോട് പറയുകയാണ് നന്ദു. ഇവിടെ എൻ്റെ അടുത്ത് അഹങ്കാരം പറഞ്ഞിട്ട് അവിടെ പോയി തോറ്റിട്ട് വരുന്നത് നാണക്കേടല്ലേ എന്ന് നന്ദു ആ 2 പിള്ളേരുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ആ കുട്ടികൾ പറയണം, നീ ഭാവിയിലെ വാഗ്ദാനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയതല്ലേടാ കള്ള എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ആ പിള്ളേർ പോവുകയാണ്. ഈ വണ്ടിയിൽ നിന്ന് എല്ലാവരും പോയതിന് ശേഷം ആണ് നന്ദുകുട്ടൻ ഇറങ്ങിയത്. എന്നിട്ട് സ്കൂളെല്ലാം ചുറ്റി കാണുകയാണ്. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഗൗരീനെയാണ്. ഗൗരിക്കും നന്ദുവിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 2 കുസൃതി പയ്യന്മാർ വന്ന് നന്ദുവിനെ തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗൗരിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഗൗരി നന്ദുവിൻ്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്താ കാണിച്ചേ ഈ വയ്യാത്ത കുട്ടിയുടെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടികൾ പറയണത് ഇത് റേസിംഗ് ഗ്രൗണ്ടാണ്, എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങിയിരുന്നോളണമെന്ന്. അപ്പോൾ ഗൗരി പറയണത് നിനക്കിട്ട് ഞാനും ഒന്ന് പൊട്ടിക്കട്ടെ എന്ന് ഗൗരി ചോദിക്കുകയാണ്. അന്നേരം ഗൗരി പറയണ ഞാനും നിനക്കൊക്കെ അടി തന്നാൽ അടി തരും എന്ന് ദേഷ്യത്തിൽ പറയുകയാണ്. അപ്പോൾ ഇവർ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഗൗരി പറയുകയാണ്, ഞാൻ ആരെന്നറിയാമോ, ഞാൻ പോലീസ് ഓഫീസറാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ 2 കുരുത്തം കെട്ട പിള്ളേർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതിശയിച്ച്. മര്യാദയ്ക്ക് ഇവനെ നിങ്ങൾ എണീപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും എന്ന് പറയുകയാണ്. എന്നിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരും ഈ റേസിംഗ് ഗ്രൗണ്ടിൽ ഇറങ്ങത്തുമില്ല, മത്സരിക്കുകയില്ല എന്ന് ഗൗരി പറയുകയാണ് സ്ട്രിക്റ്റായിട്ട് അവരുടെ അടുത്ത്. അപ്പോൾ അന്നേരം ആ 2 പിള്ളേർക്കൊരു ഭയം വന്നു. അപ്പോൾ ഉടൻ തന്നെ നന്ദുട്ടനെ അവർ പിടിച്ചെഴുന്നേൽപ്പിച്ച് വിട്ടു. അന്നേരം ഗൗരി ചോദിക്കുകയാണ്, ഈ കാലിന് എന്താ പറ്റിയെന്ന് നന്ദുകുട്ടനോട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആക്സിഡൻറ്റ് പറ്റിയതാ എന്ന് നന്ദുകുട്ടൻ പറയുകയാണ്. അപ്പോൾ ഗൗരി മോളി പറയുകയാണ്, എൻ്റെ അമ്മ ഡോക്ടറാണ്, അമ്മയെ നമുക്ക് കാണിക്കാമെന്ന് പറയുകയാണ്. അമ്മ ഇതെല്ലാം ശരിയാക്കി തരുമെന്ന് നന്ദുകുട്ടനോട് പറയുകയാണ്. അന്നേരം പറയുകയാണ് നന്ദുകുട്ടൻ, അതൊന്നും സാരമില്ല എന്ന്. എൻ്റെ അച്ഛൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതാണ്, എന്നിട്ടും കാലൊന്നും ശരിയായില്ലെന്ന് ഗൗരി മോളോട് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഗൗരി മോൾ പറയണ, അതൊന്നും സാരമില്ല, എൻ്റെ അമ്മയ്ക്കൊരു പ്രത്യേക കഴിവുണ്ടെന്നേ, ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് നന്ദുട്ടനെ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 2 പേരും പരസ്പരം പരിചയപ്പെട്ടിട്ട് 2 പേരും കൂടെ നന്ദയുടെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരം നന്ദ അവിടെ വരുന്ന കുട്ടികൾക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തും നിർദ്ദേശങ്ങളെല്ലാം നൽകിയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുകുട്ടനും ഗൗരിമോളും അവിടേക്ക് പോകുന്നത്. അങ്ങനെ നന്ദ നോക്കുമ്പോഴത്തേക്ക് ഗൗരിയും നന്ദുകുട്ടനും കൂടെ വരികയാണ്. നന്ദുകുട്ടന് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് പതിയല്ലേ നടന്നു വരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഗൗരിമോൾ പിടിച്ച് കൊണ്ട് വരികയാണ്. അങ്ങനെ ഇവരെ കാണുമ്പോഴത്തേക്ക് നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് ഇങ്ങോട്ട് അടുത്തേക്ക് വരുമെന്ന് പറയും. അങ്ങനെ 2 പേരും കൂടെ നന്ദയുടെ അടുത്തേക്ക് പോകുന്നു. അതിനുശേഷം ഗൗരി മോൾ നന്ദയോട് പറയുകയാണ്, അമ്മേ നന്ദുകുട്ടന് കാലിന് സുഖമില്ല, ഇതൊന്ന് ശരിയാക്കി കൊടുക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദ പറയുകയാണ്, ശരിയാക്കി കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ നന്ദുകുട്ടൻ ഉടൻ ചോദിക്കുകയാണ്, ശരിക്കും എൻ്റെ കാൽ ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയോ, ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, എനിക്ക് സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാൻ വളരെയധികം ആഗ്രഹമാണ്, റേസിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുകയാണ് നന്ദയോട്. എൻ്റെ ഈ കാല് വയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനൊന്നും സാധിക്കുന്നില്ലെന്ന് നന്ദയോട് വിഷമം പറയുകയാണ്. അപ്പോൾ നന്ദ ചോദിക്കുകയാണ്, മോന് അത്രയ്ക്ക് ആഗ്രഹമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദുകുട്ടൻ പറയുന്നത് ശരിക്കും വളരെ ആഗ്രഹമാണെന്ന് പറയുന്നു. എന്നിട്ട് നന്ദ പറയുകയാണ്, എങ്കിൽ ആ ആഗ്രഹം എല്ലാം നടക്കും എന്ന് നന്ദ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നല്ല രീതിയിൽ മനസ്സിൽ പ്രയത്നിച്ചാൽ മതി, അതെല്ലാം നടക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുമെന്ന്
നന്ദ ചോദിക്കുമ്പോഴത്തേക്ക് നന്ദൂട്ടൻ പറയുകയാണ് എല്ലാം ചെയ്യാമെന്ന് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് മരുന്ന് വല്ലതും കയ്യിലുണ്ടോ എന്ന് നന്ദുകുട്ടനോട് ചോദിക്കുകയാണ് നന്ദ. അപ്പോൾ നന്ദുകുട്ടൻ പറയുകയാണ് ആ ബാഗിലെല്ലാം ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ കൂടെ നിൽക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് പറയുകയാണ് ബാഗിലാണ് മരുന്നെന്ന്. അപ്പോൾ അവർ ബാഗ് തുറന്ന് മരുന്നുകളെല്ലാം എടുത്ത് കൊടുക്കുകയാണ്. നന്ദ ആ മരുന്ന് എന്താണെന്നൊക്കെ നോക്കിയിട്ട് ആ മരുന്നെടുത്ത് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് നന്ദ മോൻ്റെ കാലൊക്കെ നോക്കിയാണ് കാലിനെ പിടിച്ചും തിരിച്ചും എല്ലാം നോക്കുകയാണ്. ഇത് നോക്കിയിട്ട് പറയുകയാണ് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മാറ്റാൻ പറ്റുമെന്ന് പറയുകയാണ്. എന്നിട്ട് വേറൊരു ഓയിൽമെൻറ്റ് കൊടുക്കുകയാണ്. കാല് നേരെ സുഖമാക്കി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നന്ദുക്കുട്ടന് വളരെയധികം സന്തോഷമാണ് ഉണ്ടായത്. എന്നിട്ട് പറയുകയാണ് പഴയ ഓയിൽമെൻ്റ് ഒന്നും ഇനി കാലിൽ പുരട്ടണ്ട, പുതിയത് വേണം പുരട്ടാനെന്ന് പറയുകയാണ്. വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് പുരട്ടണമെന്ന് നന്ദ പറയുകയാണ് നന്ദൂട്ടനോട്. അന്നേരം നന്ദൂട്ടൻ പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദ പറയുകയാണ് ഈ കാലൊക്കെ നന്നായിട്ട് ക്ലിയർ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യേണ്ടേ നമുക്കെന്ന് ചോദിക്കുമ്പോൾ നന്ദൂട്ടൻ പറയുകയാണ് അതൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ്. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോട് പറയുകയാണ്. എന്നിട്ട് പൊയ്ക്കോളാൻ പറയും. അപ്പോൾ നന്ദൂട്ടൻ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ആൻറ്റിയെ കാണാൻ വീണ്ടും വന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നന്ദ പറയുകയാണ് വന്നോളൂ എന്ന് പറയുകയാണ്. പിന്നെ നന്ദൂട്ടൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഗൗരി മോള് നന്ദയോട് ചോദിക്കുകയാണ് അമ്മേ ശരിക്കും അവൻ്റെ കാല് നമുക്ക് ശരിയാക്കാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദ പറയുകയാണ് അതൊക്കെ ശരിയാക്കാൻ പറ്റും, പക്ഷെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഗൗരി മോൾക്ക് നന്ദൂട്ടനെ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായെന്നാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പവിത്രേനെയാണ്. പവിത്ര പണ്ടത്തെ പോലെ തന്നെ ഫോണിൽ കൂടുതലായിട്ട് കണ്ട് കളിച്ചും ചിരിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം അങ്ങോട്ടേക്ക് മോഹിനി വരികയാണ്. അന്നേരം പവിത്ര ചോദിക്കുകയാണ് എൻ്റെ അമ്മ ഇത്ര ഓടി വന്നത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും പുതിയ ന്യൂസ് പറയാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് പറയാണ് മോഹിനി ഇന്ത്യയിലാണോ ഇത് ന്യൂസിന് പഞ്ഞം എന്ന് പവിത്രയോട് ചോദിക്കുകയാണ്. പവിത്ര ചോദിക്കുകയാണ് അപ്പോൾ എന്തോ ന്യൂസ് ഉണ്ടല്ലോ അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മോഹിനി പറയുകയാണ് ആ പിങ്കി ഇല്ലേ, ആ പിങ്കിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ കനക, അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അല്പം ടെൻഷനോട് കൂടെ ഇരിക്കുന്ന പവിത്രയാണ് കാണിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് തീരുന്നത്.